വിശദമായ വാർത്തയിലേക്ക്. കെ ബാബുവിന് തിരിച്ചടി. തൃപ്പൂണിത്തുറയിൽ കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്ന എം സ്വരാജിന്റെ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. കേസ് നിലനിൽക്കില്ലെന്ന കെ ബാബുവിന്റെ ഹർജി തള്ളി മെയ് 24-ന് കേസ് പരിഗണിക്കും. അതേസമയം ഹർജിയിൽ പറയുന്നതുപോലെ അയ്യപ്പന്റെ പേരിൽ വോട്ടിനായി പ്രചാരണം നടത്തിയിട്ടില്ലെന്ന് കെ ബാബു പ്രതികരിച്ചു. അല്ല, ഞങ്ങൾ അടിച്ചിട്ടില്ല. ഏതായാലും ഈ സ്ലിപ്പ് കൊടുത്തതായിട്ട് ആദ്യം കിട്ടിയതായിട്ട് പറഞ്ഞത് ഇവിടെയുള്ള ഒരു ഡിവൈഎഫ്ഐ നേതാവിനാണ്. ഈ സ്ലിപ്പ് ആദ്യമായിട്ട് കിട്ടിയെന്ന് പറയുന്നത് ഇവിടെ അടുത്തുള്ളൊരു ഡിവൈഎഫ്ഐ നേതാവിനായിരുന്നു. അപ്പോഴാണ് ഞങ്ങളറിയുന്നത്. ഞങ്ങളിങ്ങനെ ഒരു സ്ലിപ്പ് അടിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, എന്താണ് തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്? ഈ പരാമർശം, അയ്യപ്പനൊരു വോട്ട് പരാമർശത്തിൽ എന്തായിരിക്കും കോടതിയുടെ തുടർ നടപടികൾ? ധന്യ, സ്വാമി അയ്യപ്പന്റെ പേര് പറഞ്ഞ കെ ബാബു വോട്ട് തേടിയത് തെരഞ്ഞെടുപ്പ് ക്രമക്കേടാണെന്ന് ആരോപിച്ചാണ് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന CPM നേതാവ് സ്വരാജ് ഹർജി സമർപ്പിച്ചിരുന്നത്. കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. ഇതിൽ അയ്യപ്പന് ഒരു വോട്ട് എന്നച്ചടിച്ച മണ്ഡലത്തിൽ വിതരണം ചെയ്ത തെരഞ്ഞെടുപ്പ് സ്ലിപ്പുകളിൽ കെ ബാബുവിന്റെ പേരും തെരഞ്ഞെടുപ്പ് ചിഹ്നവും ഉൾപ്പെടുത്തിയിരുന്നതായും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ ഹർജി നിലനിൽക്കില്ലെന്നാണ് കെ ബാബു വാദിച്ചത്. എന്നാൽ കോടതി ഈ ഹർജി തള്ളി. 3 ആഴ്ചക്കകം കെ ബാബുവിന് ഇക്കാര്യങ്ങളിൽ വ്യക്തമായ മറുപടി സത്യവാങ്മൂലം നൽകാമെന്നും കോടതി പറയുകയും ചെയ്തു. കേസിൽ മെയ് 24-ന് ഹർജി വീണ്ടും പരിഗണിക്കും. അതേസമയം കെ ബാബു പറയുന്നത് വിധി എതിരല്ലെന്നും തന്റെ ഹർജിയിലെ ഒരു ഭാഗം കോടതി അംഗീകരിച്ചുവെന്നുമാണ് അദ്ദേഹത്തിന്റെ ഒരു ഭാഗം പറയുന്നത്. തെരഞ്ഞെടുപ്പ് മുഴുവൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്വരാജ് കോടതിയെ സമീപിച്ചിരുന്നത്. സ്വരാജിന്റെ മുഴുവൻ വാദങ്ങളും കോടതിയും അംഗീകരിച്ചിട്ടില്ല. ഈ വോട്ടർമാർക്ക് വിതരണം ചെയ്ത സ്ലിപ്പിന്മേലാണ് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ വകുപ്പ് 123-ന്റെ ലംഘനമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. മറിച്ചുള്ള മറ്റു വാദങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മതസാമുദായിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുവെന്നും വീട് കയറി ഇറങ്ങിയുള്ള UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിനിടയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തില്ലെങ്കിൽ അയ്യപ്പ കോപം ഉണ്ടാകുമെന്ന് പ്രവർത്തകൻ സ്ഥാനാർത്ഥിയും വോട്ടർമാരോട് പറഞ്ഞുവെന്നുമുള്ള സ്വരാജിന്റെ ആരോപണങ്ങൾ പരിഹരിക്കാൻ കഴിയുകയില്ലെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി. ധന്യ. ശരി, നന്ദി ഡാനി. അരിക്കൊമ്പനെ ഉടൻ പിടികൂടാനാകില്ല. അരിക്കൊമ്പനെ പിടികൂടി മാറ്റിപ്പാർപ്പിക്കുന്ന വിഷയം വിദഗ്ധ സമിതി റിപ്പോർട്ട് വന്ന ശേഷം പരിഗണിക്കാമെന്ന് ഹൈക്കോടതി. 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിക്കാമെന്നും കോടതി വ്യക്തമാക്കി. വേണമെങ്കിൽ അരിക്കൊമ്പനെ പിടിച്ച് റേഡിയോ കോളർ വെച്ച് കാട്ടിലേക്ക് വിടാമെന്നും കോടതി പറഞ്ഞു. റേഡിയോ കോളർ വെച്ച് തുറന്നുവിടാൻ പ്രശ്നം തീരുന്നില്ല എന്നും വനംവകുപ്പ് അറിയിച്ചു. പ്രദേശത്ത് ജാഗ്രത തുടരണമെന്നും വനംവകുപ്പിലെ വിദഗ്ധ സംഘം പ്രദേശത്ത് തുടരട്ടെയെന്നും കോടതി പറഞ്ഞു. PT7 കൈകാര്യം ചെയ്തത് മോശമായാണ്, അതുപോലെ അരിക്കൊമ്പനെ കൈകാര്യം ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. ശാന്തമ്പാറ, ചിന്നക്കനാൽ പഞ്ചായത്തുകളെ കേസിൽ കക്ഷി ചേർത്തു. അതിനിടെ ആനയെ പിടികൂടാതെ മറ്റൊരു നടപടിയും സാധ്യമല്ലെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. ആനയെ പിടികൂടാതെ ആകാശത്തുനിന്ന് റേഡിയോ കോളർ വെച്ച് പിടിപ്പിക്കുമോ എന്നും മന്ത്രി ചോദിച്ചു. അരിക്കൊമ്പൻ വിഷയത്തിൽ കോടതി ജനങ്ങളുടെ വികാരം ശ്രദ്ധിക്കാതിരുന്നത് ദൌർഭാഗ്യകരമാണ്. കുങ്കിയാനകൾ ചിന്നക്കനാലിൽ തുടരും. സർക്കാർ ജനങ്ങളുടെ ദുരിതമകറ്റാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു. റേഡിയോ കോളർ എങ്ങനെയാണ് ആനയുടെ മേൽ പിടിപ്പിക്കുക? എങ്ങനെയാ പിടിപ്പിക്കുക? ആകാശം വെച്ച് പിടിപ്പിക്കാൻ പറ്റും. ആനയെ പിടിച്ചതിന് ശേഷമേ റേഡിയോ കോളർ പിടിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആനയെ പിടിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം റേഡിയോ കോളർ പിടിപ്പിക്കാനും സമ്മതിക്കില്ല എന്നാണ്. റേഡിയോ കോളർ അരിക്കൊമ്പനെ പിടികൂടുന്നത് വൈകുന്ന സാഹചര്യം വന്നതോടെ ചിന്നക്കനാലടക്കം 13 പഞ്ചായത്തുകളിൽ നാളെ ജനകീയ ഹർത്താൽ പ്രഖ്യാപിച്ചു. അരിക്കൊമ്പൻ വിഷയത്തിൽ ഇടുക്കിയിലെ കുങ്കി ആനത്താവളത്തിന് മുൻപിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ആനത്താവളത്തിലേക്ക് കയറാനുള്ള നാട്ടുകാരുടെ ശ്രമം പോലീസ് തടഞ്ഞു. ചിന്നക്കനാൽ ബോഡിമെട്ട് പാത ഉപരോധിച്ചാണ് പ്രതിഷേധം. വിവരങ്ങളുമായി ഡാനി പോളും പ്രിൻസ് ജെയിംസും ചേരുന്നുണ്ട്. ഡാനി, എന്താണ് വിഷയത്തിൽ കോടതി പറഞ്ഞത്? ഡാനിയിലേക്ക് തിരിച്ചെത്താം. പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട്. പ്രിൻസ്, 13 പഞ്ചായത്തുകളിലാണ് ഹർത്താൽ പറഞ്ഞിരിക്കുന്നത്. വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാരും. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ധന്യ, നിലവിൽ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ചിന്നക്കനാൽ സിംഗുകണ്ണം പാത നാട്ടുകാർ ഉപരോധിച്ചു. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം തുടരുന്ന സൂചനകളാണ് നാട്ടുകാർ നൽകുന്നത്. 13 പഞ്ചായത്തുകളിൽ നിലവിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ വിവിധ മേഖലകളിൽ സമര പരിപാടികൾ, പ്രതിഷേധ മാർച്ചുകൾ അടക്കമുള്ള സമരങ്ങൾ ആസൂത്രണം ചെയ്യുമെന്നുള്ള ഒരു നിലപാടിലാണ് നാട്ടുകാർ മുൻപോട്ട് നീങ്ങുന്നത്. ധന്യ.
ശരി, നന്ദി പ്രിൻസ്. 13 പഞ്ചായത്തുകളിൽ നാളെ ജനകീയ ഹർത്താലാണ്. ഇടുക്കിയിൽ ചിന്നക്കനാൽ അടക്കമുള്ള പഞ്ചായത്തുകളിൽ ഹർത്താലാണ്. വലിയ പ്രതിഷേധവുമായി പ്രദേശവാസികളുണ്ട്. പ്രതിഷേധ മാർച്ച് കുങ്കിയാനകൾ ഉള്ള സ്ഥലത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പോലീസ് അത് തടഞ്ഞു. ഡാനി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഈ വിഷയത്തിൽ, അരിക്കൊമ്പൻ വിഷയത്തിൽ എന്താണ് കോടതി പറഞ്ഞത്? സർക്കാരിന്റെ നിലപാട് എന്താണ്? തന്നെ ഇക്കാര്യത്തിൽ അരിക്കൊമ്പനെ നിരീക്ഷിക്കാനാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പ്രശ്നമുണ്ടാക്കിയാൽ പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച ഉൾവനത്തിൽ അയക്കുക. അതിന്റെ ഒപ്പം തന്നെ 5 വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കമ്മിറ്റിയെ നിയോഗിക്കുക. ഈ കമ്മിറ്റി പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അരിക്കൊമ്പനെ പിടികൂടി മുന്നോട്ട് ബാക്കിയുള്ള നടപടികളുടെ കാര്യങ്ങളടക്കം തീരുമാനിക്കുക. അതിനുള്ളിലാണ് ഈ പ്രശ്നമുണ്ടാക്കിയാൽ പിടികൂടി റേഡിയോ കോളർ ധരിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട നടപടികൾ തുടങ്ങേണ്ടതെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും കോടതി പറഞ്ഞു. ഇപ്പോൾ ഒരുക്കിയിരിക്കുന്ന സർവ്വസന്നാഹങ്ങളും ആ മേഖലയിൽ തന്നെ തുടരണമെന്നും 3-4 ദിവസം കൂടി ഈ ഒരു അന്തരീക്ഷത്തിൽ തന്നെ മുന്നോട്ട് പോകുവാനുമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ PT7 ഉൾപ്പെടെയുള്ള പിടികൂടിയ നടപടികളടക്കം കോടതി ഒരു അതൃപ്തി രേഖപ്പെടുത്തി. അതുപോലെ ഇക്കാര്യം കൈകാര്യം ചെയ്യാൻ കഴിയുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആനയെ പിടികൂടി മാറ്റി പാർപ്പിക്കുന്നത്, അതായത് മറ്റു ഉൾവനത്തിലേക്ക് അടക്കം വിടുന്നതിലെല്ലാം തന്നെ വിദഗ്ധ സമിതി തീരുമാനമെടുക്കട്ടെ എന്നാണ് കോടതി ഇത് സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത്. തന്നെയാണ്. കെ രമയ്ക്ക് വീണ്ടും ഭീഷണി കത്ത്. നിയമസഭാ സംഘർഷ കേസിലെ പരാതി പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ഇത് അവസാന താക്കീതെന്നുമാണ് കത്തിൽ. വിശദാംശങ്ങളുമായി ഐശ്വര്യ അനിൽ ചേരുന്നു. ഐശ്വര്യ, വീണ്ടും ഭീഷണിയാണ് രമയ്ക്കെതിരെ. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അവസാന താക്കീത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കെ രമയ്ക്ക് വീണ്ടും ഭീഷണി കത്ത് വന്നിരിക്കുന്നത്. പരാതി പിൻവലിക്കണം, മാപ്പ് പറയണം എന്നീ കാര്യങ്ങളും ഭീഷണി കത്തിൽ ഉണ്ട്. നിയമസഭാ സംഘർഷ കേസിൽ നൽകിയിരിക്കുന്ന പരാതി പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് കെ രമയോട് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ജനവിധി മെയ് 10. കർണാടക പോളിംഗ് ബൂത്തിലേക്ക് മെയ് 10 ഒറ്റഘട്ടമായി വോട്ടെടുപ്പ്. മെയ് 13 വോട്ടെണ്ണൽ. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതയിൽ BJPയും കോൺഗ്രസും കൊമ്പ് കോർക്കുന്നതിനിടെയാണ് ഇരു പാർട്ടികളും നേരിട്ട് ഏറ്റുമുട്ടുന്ന കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം. 224 അംഗ നിയമസഭയിലേക്ക് ഒറ്റഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 5.21 കോടി വോട്ടർമാർ സംസ്ഥാനം ആര് ഭരിക്കുമെന്ന് വിധിയെഴുതും. മെയ് മാസം 10 വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13 നടക്കും. The Gazette notification would be issued on 13th of April. Last date of making nominations would be 20th of April. Date of scrutiny would be 21st April 2023. After that, the withdrawal of the candidature can be up to 24th of April. The polling will take place on 10th of 5 in single phase, and day of counting would be 13th of May. So this is the schedule for the Karnataka elections. ദക്ഷിണേന്ത്യയിൽ BJP ഭരിക്കുന്ന ഏക സംസ്ഥാനമായ കർണാടക ജനവിധി BJPക്കും കോൺഗ്രസിനും ഒരുപോലെ നിർണായകം. ജാതി സമവാക്യങ്ങൾ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ സമുദായങ്ങളെ ഒപ്പം നിർത്താനുള്ള ശ്രമത്തിലാണ് പാർട്ടികൾ. ഏറ്റവും ഒടുവിൽ മുസ്ലിം സമുദായത്തിനുള്ള OBC സംവരണം റദ്ദാക്കി ലിംഗായത്തുകൾക്കും വൊക്കലിഗകൾക്കും വീതിച്ചു നൽകിയതും പട്ടികജാതി സംവരണ ക്രമത്തിൽ മാറ്റം വരുത്തിയതും ജനവിധിയിൽ പ്രതിഫലിക്കും. BJPക്കും കോൺഗ്രസിനും പുറമെ മൈസൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ JDS കൂടി ശക്തമായ സാന്നിധ്യമാകുമ്പോൾ മത്സരം തീപാറുമെന്നുറപ്പ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. രാഹുൽ ഗാന്ധിയുടെ സഭാംഗത്വം റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധം. സഭാ നടപടികൾ ആരംഭിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഇരുസഭകളും തടസ്സപ്പെട്ടു. പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ലോക്സഭയിൽ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതേസമയം രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതാ വിഷയത്തിൽ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ കോൺഗ്രസ് അവിശ്വാസ നോട്ടീസ് നൽകിയേക്കും. സ്പീക്കർ പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകാനാണ് നീക്കം. ഇതിനായി കോൺഗ്രസ് പ്രതിപക്ഷ നേതാക്കളുടെ പിന്തുണ തേടി. പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ യോഗം ചേർന്നു.
അദാനി വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി ആവശ്യപ്പെട്ട് തൃണമൂൽ എംപിമാർ പാർലമെന്റിലെ അംബേദ്കർ പ്രതിമയ്ക്ക് മുമ്പിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിച്ചു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക്. ലൈഫ് മിഷൻ കോഴക്കേസിൽ എം ശിവശങ്കറിന് കോടതിയുടെ വിമർശനം. നേരത്തെ ആരോഗ്യകാര്യങ്ങൾ പറഞ്ഞാണ് ജാമ്യമെടുത്തത്. അതിനുശേഷം സർവീസിൽ കയറി വിരമിക്കുന്നതുവരെ ജോലി ചെയ്തു. കൈക്കൂലി പണത്തിന്റെ വിഹിതം വിദേശ രാജ്യത്തേക്ക് കടത്തിയെന്ന ഇഡി ആരോപണം ഗൌരവമുള്ളതാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അർബുദ രോഗിയാണെന്നും ചികിത്സ തുടരുകയാണെന്നും അഭിഭാഷകൻ വാദിച്ചു. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത ശിവശങ്കറിന് വേണ്ടി ഹാജരായി. ജാമ്യ ഹർജി ഏപ്രിൽ 5 പരിഗണിക്കാൻ മാറ്റി. വിചാരണ കോടതിയിൽ നിന്ന് രേഖകൾ വിളിച്ചുവരുത്താൻ കോടതി നിർദ്ദേശം നൽകി. വിവാദ പ്രസംഗത്തിൽ വിശദീകരണവുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ആരെയും അപകീർത്തിപ്പെടുത്താനായി പറഞ്ഞതല്ലെന്നും അഴിമതിക്കാരെയാണ് താൻ ഉദ്ദേശിച്ചതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം സുരേന്ദ്രനെതിരെ കന്റോൺമെന്റ് പോലീസ് എടുത്ത കേസ് തൃശൂരിലേക്ക് മാറ്റി. തട്ടിപ്പ് നടത്തി വൻതോതിൽ തടിച്ചുകൊടുത്ത് പൂതനകളെ പോലെ സ്ത്രീകളെ ആക്ഷേപിക്കുകയാണ് കേരളത്തിൽ. ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിലേതെങ്കിലും തരത്തിൽ വ്യക്തിപരമായ ആരെയും ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ള ഒരു ജനറൽ പരാമർശം മാത്രമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. കൊല്ലം SN കോളേജിലെ വിവാദ സദാചാര സർക്കുലർ പുറത്തിറക്കിയത് തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയെന്ന് പ്രിൻസിപ്പൽ. ഏത് അധ്യാപകനാണ് ഇതിന് പിന്നിലെന്ന് അന്വേഷിക്കും. വിനോദയാത്രയുടെ മറവിൽ സദാചാര സർക്കുലർ പുറത്തിറക്കിയ അധ്യാപകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് SFI സമരം ആരംഭിച്ചു. വിനോദയാത്രാ വാഹനത്തിൽ പെൺകുട്ടികൾക്കായി മുൻവശത്ത് സീറ്റ് സംവരണം. ഒരു കാരണവശാലും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കരുത്. പെൺകുട്ടികൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കരുത്. നിശ്ചിത സമയം കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ മുറികൾ പുറത്തുനിന്ന് പൂട്ടും തുടങ്ങി 11 നിർദ്ദേശങ്ങളാണ് വിവാദ സർക്കുലറിൽ ഉള്ളത്. ലംഘിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമുണ്ട്. എന്നാൽ ഇതൊന്നും തന്റെ അറിവോടെയല്ലെന്ന നിലപാടിലാണ് പ്രിൻസിപ്പാൾ. ഇപ്പോൾ എൻ്റെ സർക്കുലർ ഞാൻ ഇറക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ലെറ്റർ പാഡിലായിരിക്കും. അതിനകത്ത് എൻ്റെ സൈൻ കാണും, എൻ്റെ സീല് കാണും. അപ്പം ഇങ്ങനെയൊന്നും കാണാത്ത ഒരു പേപ്പറാണ് ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ സർക്കുലർ പ്രചരിച്ചതിന് പിന്നാലെ കോളേജ് കവാടത്തിൽ ബാനർ ഉയർത്തിയ SFI ഇന്നു മുതൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങി. സർക്കുലറിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർക്കെതിരെ നടപടി വേണമെന്നാണ് SFIയുടെ ആവശ്യം. അപ്പോൾ ഇതിന്റെ ഉറവിടം കണ്ടെത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ SFIക്കാർ ഏതറ്റം വരെ പോകുമെന്നും മാനേജ്മെന്റിന് ഒരു പരാതി നൽകുമെന്നും അറിയിക്കുന്നതാണ്. നാക് സംഘം വരും ദിവസങ്ങളിൽ കോളേജ് സന്ദർശിക്കാനിരിക്കെയാണ് സദാചാര സർക്കുലർ വിവാദം. ന്യൂസ് 18 കൊല്ലം. സംസ്ഥാനത്തെ സ്കൂളുകളിലെ 1ാം ക്ലാസ് പ്രവേശന പ്രായം 5ാം വയസ്സിൽ തന്നെയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സമൂഹത്തെ വിശ്വാസത്തിലെടുത്തും ബോധ്യപ്പെടുത്തിയും മാത്രമേ പ്രവേശന പ്രായം വർദ്ധിപ്പിക്കാൻ കഴിയൂ. തുടർന്നു വരുന്ന രീതി അട്ടിമറിക്കാൻ സാധിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. അത് പെട്ടെന്ന് അട്ടിമറിക്കപ്പെടാൻ വേണ്ടി പ്രയാസമാണ്. അത് മാത്രമല്ല, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ പല കാര്യങ്ങളും നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റുമായിട്ട് നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. അത് കേരളത്തിന്റെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി കഴിയുള്ളൂ. കോട്ടയം മുണ്ടക്കയത്ത് ഇടിമിന്നലേറ്റ് 2 പേർ മരിച്ചു. മുണ്ടക്കയം 12ാം വാർഡ് സ്വദേശികളായ സുനിൽ, രമേശ് എന്നിവരാണ് മരിച്ചത്. ഇരുവരും ബന്ധുക്കളാണ്. മുണ്ടക്കയം കാപ്പിലാമൂട്ടിലാണ് സംഭവം. ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീത വിവരങ്ങൾ. ധന്യ, ഒരു 5 മണിയോടുകൂടി സംഭവം ഉണ്ടായി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇരുവരും അളിയന്മാരാണ്, അതായത് അടുത്ത ബന്ധുക്കൾ തന്നെയാണ്. അതായത് മുണ്ടക്കയത്തിന് നഗരത്തിനോട് സമീപം തന്നെയുള്ള 12ാം വാർഡിലാണ് കാപ്പയിൽ വീട്ടിൽ സുനിലിന്റെ വീട്ടിൽ വെച്ചിട്ട് വീട് മുന്നിൽ നിന്ന് സംസാരിക്കുന്നതിനിടെയാണ് ഇരുവർക്കും മിന്നലേറ്റത്. രമേശ് നടുവിനാൽ വീട്ടിൽ എന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടുപേര്. കപ്പയിൽ വീട്ടിൽ രമേശ്, ഈ 2 പേരാണ് മരിച്ചത്. എന്തായാലും ഇവർക്ക് ഈ ഇടിമിന്നലേറ്റതിന് തൊട്ട് പിന്നാലെ തന്നെ ഇവരെ മുണ്ടക്കയത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നു. ഇവരുടെ മരണം അവിടെ വെച്ച് സ്ഥിരീകരിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. ഏതാണ്ട് 4 മണിക്ക് ശേഷം കനത്ത മഴ ഈ മേഖലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ വിവിധയിടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്നവർ. ഇതിനിടെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. ശരി, നന്ദി ശ്രീജിത്ത്. വീഡിയോ സന്ദേശം പുറത്തുവിട്ട് ഖാലിസ്ഥാൻ അനുകൂല നേതാവായ അമൃത്പാൽ സിംഗ് ദൈവത്തിന്റെ കൃപയാൽ പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടെന്നും സുരക്ഷിതനെന്നും അമൃത്പാൽ
വാരിസ്തെ പഞ്ചാബ് അനുകൂലികൾക്കെതിരായ പോലീസ് നടപടി തെറ്റാണ്. ഇതിനെതിരെ ഗൽസ വിഭാഗം ഒറ്റക്കെട്ടായി രംഗത്ത് വരണമെന്നും അമൃത്പാൽ സിംഗ് പറഞ്ഞു. ഗൽസ വിഭാഗം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സ്വതന്ത്ര പഞ്ചാബിന്റെ ആവശ്യകതയെക്കുറിച്ചും എല്ലാവർക്കും ഇതോടെ ബോധ്യമായി. വിഷയത്തെക്കുറിച്ച് സിഖ് സംഘടനകൾ എല്ലാ തലങ്ങളിലും ചർച്ച നടത്തണമെന്നും വീഡിയോ സന്ദേശത്തിൽ അമൃത്പാൽ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം അമൃത്പാലിനെ പിടികൂടാനുള്ള പരിശോധനകൾ പോലീസ് ശക്തമാക്കി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സുവർണക്ഷേത്രത്തിന്റെ പരിസരത്ത് പോലീസ് റൂട്ട് മാർച്ച് നടത്തി. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. സെക്രട്ടേറിയറ്റിലെ നോർത്ത് ഗേറ്റ് അഥവാ സമര ഗേറ്റ് തുറന്നു. നവീകരണത്തിന്റെ പേരിൽ 3 വർഷം മുൻപ് കോവിഡിനെ തുടർന്ന് സ്ഥിരമായി അടച്ച ഗേറ്റാണ് തുറന്നത്. ചാലക്കുടി പരിയാരത്ത് വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. കാൽനട യാത്രക്കാരി പരിയാരം ചില്ലായി അന്നു, കാർ യാത്രക്കാരി കൊന്നക്കുഴി കരിപ്പായി ആനി എന്നിവരാണ് മരിച്ചത്. പാലക്കാട് മീനാക്ഷിപുരത്ത് ബസ് തടഞ്ഞ് സ്വർണം തട്ടിയെടുത്ത കേസിൽ 2 CPM പ്രവർത്തകർ പിടിയിൽ. ചിറ്റൂർ വിളയോടി അത്തിമണി ശ്രീജിത്ത് എന്ന വെള്ള, പാലക്കാട് പട്ടാണിത്തെരുവ് നൂറണി ബബീർ എന്നിവരെയാണ് മീനാക്ഷിപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. വൈദ്യുതി ഉപയോഗത്തിൽ എല്ലാവരും സ്വയം നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. KCB ചെയർമാനും ഊർജ്ജ സെക്രട്ടറിയും തമ്മിലുള്ള തർക്കം പരിഹരിക്കുമെന്നും വൈദ്യുതി മന്ത്രി. കൊച്ചി കോർപ്പറേഷൻ ബജറ്റ് ചർച്ചയ്ക്കിടെ പ്രതിപക്ഷം ബഹളം വെച്ചിറങ്ങിപ്പോയി. ബ്രഹ്മപുരം തീപിടുത്തം, പ്രതിപക്ഷ കൌൺസിലർമാർക്കെതിരായ പോലീസ് നടപടി എന്നിവയിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിപക്ഷ ബഹളം. തിരുവനന്തപുരത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കെട്ടിയിട്ട് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിക്ക് 49 വർഷം കഠിന തടവ്. ആര്യനാട് പരുത്തിപ്പാറ കോളനിയിൽ ശില്പി എന്ന യുവാവിന് 49 വർഷം തടവിനു പുറമെ 86,000 രൂപ പിഴയും വിധിച്ചു. അതിർത്തിയിൽ ചൈനയുമായുള്ള തർക്കം അവസാനിച്ചിട്ടില്ലെന്ന് എസ് ജയശങ്കർ. സംഘർഷം ലഘൂകരിക്കാനുള്ള നടപടികൾ പരസ്പരം സമ്മതിച്ചുള്ളവയാണ്. എന്നാൽ ഇനിയും ഏറെ ചെയ്യാനുണ്ട്. ചൈനയ്ക്ക് ശക്തമായ സന്ദേശമാണ് ഇന്ത്യ നൽകിയതെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. Which law-abiding society would allow a mob to storm a police station and take somebody out? In the name of free speech and democratic freedoms, of which I am equally a votary, if you allow people to intrude into diplomatic premises, to attack diplomats, to threaten diplomats, to take down flags, I think somewhere it's time that we are clear about who we are and the stand that we take. And if these things happen, there will be consequences. വാർത്തയിൽ നിന്ന് പൂർണ്ണമാവുന്നു. നമസ്കാരം.